നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയെ യേശുവേ, ആരാധന. സങ്കീർത്തന പുസ്തകത്തിൽ 68-ാം അധ്യായം 7-8 തിരുലിഖിതങ്ങൾ. കർത്താവേ, അങ്ങയുടെ ജനത്തിന് മുന്നിൽ നീങ്ങിയപ്പോൾ, മരുഭൂമിയിലൂടെ അങ്ങ് മുന്നേറിയപ്പോൾ ദൈവ സാന്നിധ്യത്താൽ ഭൂമി കുലുങ്ങുകയും ആകാശം മഴ ചൊരിയുകയും ചെയ്തു. ഈ വചനത്തിൻ്റെ അത്ഭുത ശക്തിയാൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തെ ആരാധിച്ച് വചനം കേട്ട് മനസാന്തരത്തിൻ്റെ വഴികളിലൂടെ വ്യാപരിക്കണമെന്ന് നമ്മുടെ ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നു. യെശയ്യാ പ്രവചനത്തിൽ 10-ാം അധ്യായത്തിൽ 33-34 തിരുലിഖിതങ്ങൾ വചനം പഠിപ്പിക്കുകയാണ്. സൈന്യങ്ങളുടെ കർത്താവ് വൃക്ഷശാഖകളെ ഭീകരമായ ശക്തിയോടെ മുറിച്ചു തള്ളും, ഉന്നത ശാഖകളെ വെട്ടിവീഴ്ത്തും, ഉയർന്നവയെ നിലം പതിപ്പിക്കും. അവിടുന്ന് വനത്തിലെ നിബിഡഭാഗങ്ങളെ കോടാലി കൊണ്ട് വെട്ടിവീഴ്ത്തും. ലെബനോൻ അതിൻ്റെ മഹാവൃക്ഷങ്ങളോടെ നിലം പതിക്കും. ലെബനോൻ അതിൻ്റെ മഹാവൃക്ഷങ്ങളോടെ നിലം പതിക്കും. ദൈവം വളരെ ശക്തമായൊരു താക്കീത് യെശയ്യാ 10-ാം അധ്യായത്തിൽ 33-34 തിരുലിഖിതങ്ങളിലൂടെ ലോക ജനതയ്ക്ക് നൽകുന്നുണ്ട്. ആരെയാണ് ദൈവം തൻ്റെ വചനത്താൽ വിളിക്കുന്നത്? യെശയ്യായുടെ പുസ്തകത്തിൽ 9-ാം അധ്യായത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. 9-ാം അധ്യായം 17-ാം തിരുലിഖിതം. എല്ലാവരും ദൈവഭയമില്ലാതെ അകൃത്യം പ്രവർത്തിക്കുന്നു, ഓരോ വായും വ്യാജം സംസാരിക്കുന്നു, കർത്താവിൻ്റെ കരം ഉയർന്നു തന്നെ നിൽക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമയം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഈ ദൈവവചന പ്രഘോഷണം എനിക്ക് നിങ്ങൾക്കും ഒരു നിസ്സാര കാര്യമോ? ഈ സമയം ഒരു നിസ്സാര സമയമോ? ദൈവത്തിൻ്റെ ഈ സന്ദർശനം ഒരു നിസ്സാര സന്ദർശനമോ ആണ് എന്ന് ഞാനും നിങ്ങൾ വിചാരിക്കരുത്. ദൈവത്തിൻ്റെ വലിയ പദ്ധതികൾ നിറവേറിക്കൊണ്ടിരിക്കുന്ന മണിക്കൂറാണിത്. നമുക്ക് വലിയ എരിവോടും തീഷ്ണതയോടും കൂടെ പ്രാർത്ഥിക്കാം. 2 കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച്, ഓ ആത്മാവേ, അഗ്നിയായി ജ്വലിക്കണമേ, കൃപയായി വ്യാപരിക്കണമേ, വചനമായി നിറയണമേ. കുടുംബങ്ങൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ആരാധന, 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 ആരാധന. കുട്ടികളെ, മുതിർന്നവർ പ്രാർത്ഥിക്കുന്നു, കുടുംബം മുഴുവൻ പ്രാർത്ഥിക്കുന്നു, സമൂഹം പ്രാർത്ഥിക്കുന്നു. ആരാധന, ആരാധന, ആരാധന. ആത്മാവിൽ ആരാധന, അഗ്നിയാൽ അഭിഷേകമേ. ആത്മാവിൽ ആരാധന, അഗ്നിയാൽ അഭിഷേകമേ. അഗ്നിയാൽ അഭിഷേകം ചെയ്തിടു ദാസന്മാർ, ആത്മാവിൽ ജ്വലിച്ചിടട്ടെ, ആത്മാവിൽ ജ്വലിച്ചിടട്ടെ. ആത്മാവിൽ ആരാധന, അഗ്നിയാൽ അഭിഷേകമേ. ആത്മാവിൽ ആരാധന, അഗ്നിയാൽ അഭിഷേകമേ. ഓ ദൈവമേ, യേശു ക്രിസ്തുവിലൂടെ വെളിവാക്കപ്പെട്ട അരുളപ്പാടുകളും വെളിപാടുകളും ദൈവീകമായ മുന്നറിയിപ്പുകളും താക്കീതുകൾ സ്വീകരിക്കാൻ ഞങ്ങളെയും ലോകത്തെയും ജനതകളെയും വംശങ്ങളെയും ഗോത്രങ്ങളെയും ഉണർത്തണമേ. ലോകത്തിലേക്ക് ഒരു പുതിയ അഭിഷേകം ഇപ്പോൾ അവിടുന്ന് പകരണമേ പിതാവേ. ആത്മാവിൽ ആരാധന, അഗ്നിയാൽ അഭിഷേകമേ. ആത്മാവിൽ ആരാധന, അഗ്നിയാൽ അഭിഷേകമേ. ബലവാന്മാർ, വൃദ്ധന്മാർ, യുവതി യുവാക്കന്മാർ ആത്മാവിൽ ജ്വലിച്ചിടട്ടെ, ആത്മാവിൽ ജ്വലിച്ചിടട്ടെ. ബലവാന്മാർ, വൃദ്ധന്മാർ, യുവതി യുവാക്കന്മാർ ആത്മാവിൽ ജ്വലിച്ചിടട്ടെ, ആത്മാവിൽ ജ്വലിച്ചിടട്ടെ. ആത്മാവിൽ ആരാധന,
അഗ്നിയാൽ അഭിഷേകമേ, പാടി പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ ആരാധന, അഗ്നിയാൽ അഭിഷേകമേ. ഓ കൃപയുടെ ആത്മാവേ, സകല ജനത്തിന്റെ മേലും വ്യാപരിക്കണമേ. മടിയന്മാർ, അലസന്മാർ, തീഷ്ണതയില്ലാത്തവർ, ദൈവമായി ഉപേക്ഷിച്ചവർ, ദൈവീയ കാര്യങ്ങളിൽ വിട്ടുനിൽക്കുന്നവർ, ദേവാലയം ഉപേക്ഷിച്ചവർ, വിശുദ്ധി ഉപേക്ഷിച്ചവർ, പ്രാർത്ഥന ഉപേക്ഷിച്ചവർ, ആത്മാവിന് നഷ്ടത്തിരിക്കുന്ന സകലരും ഉണരട്ടെ, അഭിഷേകം പ്രാപിക്കട്ടെ. സകല ജനത്തിന്മേലും യേശുവിൻ ആത്മാവ് ശക്തിയായി വെളിപ്പെടുന്നു, ശക്തിയായി വെളിപ്പെടുന്നു. സകല ജനത്തിന്മേലും യേശുവിൻ ആത്മാവ് ശക്തിയായി വെളിപ്പെടുന്നു, ശക്തിയായി വെളിപ്പെടുന്നു. ആത്മാവിൽ ആരാധന, അഗ്നിയാൽ അഭിഷേകമേ, ആത്മാവിൽ ആരാധന, അഗ്നിയാൽ അഭിഷേകമേ, അഗ്നിയാൽ അഭിഷേകം ചെയ്തിടുദാസന്മാർ ആത്മാവിൽ ജ്വലിച്ചിടട്ടെ, ആത്മാവിൽ ജ്വലിച്ചിടട്ടെ. ആത്മാവിൽ ആരാധന, അഗ്നിയാൽ അഭിഷേകമേ, ആത്മാവിൽ ആരാധന, അഗ്നിയാൽ അഭിഷേകമേ, ആത്മാവിൽ ആരാധന, അഗ്നിയാൽ അഭിഷേകമേ, ആത്മാവിൽ ആരാധന, അഗ്നിയാൽ അഭിഷേകമേ, അഗ്നിയാൽ അഭിഷേകമേ, അഗ്നിയാൽ അഭിഷേകമേ. കരങ്ങൾ ഉയർത്തി എല്ലാവരും ഒരിക്കൽ കൂടെ ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ആരാധന, ആരാധന, ആരാധന. ഓ ദൈവമേ, ത്രിയേക ദൈവമേ, മഹത്വത്തിന്റെ രാജാവേ, കൃപയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നവനെ, സ്തുതികളുടെ സിംഹാസന ഭൂഷണായിരിക്കുന്നവനെ, എല്ലാ സ്തുതികൾക്ക് യോഗ്യനെ, ആരാധനക്ക് യോഗ്യനായവനെ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, അങ്ങ് ഏറ്റുപറയുന്നു. അവിടെ നിന്നാണ് രാജാവ്, അവിടെ നിന്നാണ് സ്നേഹവാൻ, അവിടെ നിന്നാണ് ദയാലു, അവിടെ നിന്നാണ് കൃപയുടെ ഉറവിടം, അവിടെ നിന്നാണ് സകല നന്മകളുടെ ഉറവിടം. ഞങ്ങൾ ആരാധിക്കുന്നു. യേശുവേ, 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 ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. നമുക്ക് എല്ലാവർക്കും ശാന്തമായിരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്നത് എല്ലാവരും വചനം കേൾക്കണം, ജീവിതത്തെ വ്യത്യാസപ്പെടുത്തണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യായുടെ പുസ്തകം 43-ാം അധ്യായം 6ഉം 7ഉം തിരുലിഖിതങ്ങൾ. വിട്ടുകൊടുക്കുക എന്ന് വടക്കിനോടും തടയരുത് എന്ന് തെക്കിനോടും ഞാൻ ആജ്ഞാപിക്കുന്നു. ദൂരത്ത് നിന്ന് എൻ്റെ പുത്രന്മാരെയും ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് എൻ്റെ പുത്രിമാരെയും എൻ്റെ അരികിൽ കൊണ്ടുവരിക. എൻ്റെ നാമമഹത്വത്തിനായി ഞാൻ സൃഷ്ടിച്ച് രൂപം കൊടുത്തിട്ടുള്ള എല്ലാവരെയും എൻ്റെ അരികിൽ കൊണ്ടുവരുവീൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മനസ്സിൻ്റെ ഒരു ആഗ്രഹം വചനത്തിലൂടെ ദൈവം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. എൻ്റെ നാമമഹത്വത്തിനായി ഞാൻ സൃഷ്ടിച്ച് രൂപം കൊടുത്തിട്ടുള്ള എല്ലാവരെയും എൻ്റെ അരികിൽ കൊണ്ടുവരുവിൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവരും വചനം കേൾക്കണം. എല്ലാവരും വചനം കേൾക്കാൻ ഒരുമിച്ച് കൂടണം. ഇത് ദൈവത്തിൻ്റെ ഹൃദയം ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. ഒരു ഇടവകയിൽ വചനപ്രഘോഷണം നടക്കുമ്പോൾ ആ ഇടവകയിലെ കുറച്ച് പേര് മാത്രം കേട്ടാൽ മതി, അങ്ങനെ ചിന്തിക്കരുത്. എല്ലാവരും, നാനാജാതി മതസ്ഥര് ജീവിക്കുന്ന ദൈവത്തിൻ്റെ, അവരുടെ ഉടയവനായ കർത്താവിൻ്റെ വചനത്തെ കേൾക്കണം. ഒരു വചനപ്രഘോഷണം ടെലിവിഷനിലൂടെ നടക്കുമ്പോൾ പാടുള്ള എല്ലാവരും അറിയിച്ച് എല്ലാവരും വചനം കേൾക്കണം. എത്രമാത്രം കൂടുതൽ ആളുകൾ വചനത്തിലേക്ക് അടുപ്പിക്കാമോ അത്രയും കൂടുതൽ ആളുകളെ ശേഖരിക്കണം എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യായുടെ പുസ്തകം 56-ാം അധ്യായം 8-ാമത്തെ തിരുലിഖിതം.
ഇസ്രായേലിൽ നിന്ന് പുറംതള്ളപ്പെട്ടവരെ തിരികെ കൊണ്ടുവരുന്ന ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇതുവരെ ശേഖരിച്ചത് കൂടാതെ ബാക്കിയുള്ളവരെയും ഞാൻ ശേഖരിക്കും എന്ന് പറഞ്ഞാൽ എല്ലാവരെയും രക്ഷയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന കർത്താവിൻ്റെ ഒരു മനസ്സാണ് ഇവിടെ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്തിനാണ് എല്ലാവരും വചനം കേൾക്കുന്നത്? വചനം കേൾക്കാൻ വചന ശുശ്രൂഷ നടക്കുമ്പോൾ എല്ലാവരെയും വചനത്തിലേക്ക് വിളിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരുടെ ആത്മാക്കൾ നശിച്ചു പോകരുത്. ഇത് കർത്താവിൻ്റെ ആഗ്രഹമാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 19-ാം അധ്യായം 14-ാം തിരുലിഖിതം. ഉടനെ ലോത്ത് തൻ്റെ പുത്രിമാരെ വിവാഹം ചെയ്യാനിരുന്നവരുടെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു, എഴുന്നേറ്റ് ഉടനെ സ്ഥലം വിടുക, കർത്താവ് ഈ നഗരം നശിപ്പിക്കാൻ പോവുകയാണ്. എന്നാൽ അവൻ തമാശ പറയുകയാണ് എന്നത്രേ അവർക്ക് തോന്നിയത്. അവർ വചനം കേട്ടില്ല, അല്ലെങ്കിൽ വചനം സ്വീകരിച്ചില്ല, അതനുസരിച്ച് ജീവിതത്തെ വ്യത്യാസപ്പെടുത്തിയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ലിഖിതത്തിൽ നാം കാണുന്ന ഇങ്ങനെയാണ്, ലോത്ത് അവിടുന്ന് ദൈവത്തിൻ്റെ പ്രേരണ പ്രകാരം ആ വചനം അനുസരിച്ചു ആ സ്ഥലത്തുനിന്ന് ഓടി രക്ഷപ്പെട്ടു. പിറ്റേ ദിവസം രാവിലെ ലോത്ത് സോദോം ഗൊമോറ നഗരങ്ങളുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് എന്താണെന്ന് ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 28-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. അവൻ സോദോമിനും ഗൊമോറായ്ക്കും താഴ്വാര പ്രദേശങ്ങൾക്ക് നേരെ നോക്കി, തീ ചൂളയിൽ നിന്നെന്ന പോലെ ആ പ്രദേശത്തു നിന്നെല്ലാം പുക പൊങ്ങുന്നത് അവൻ കണ്ടു. ആ പട്ടണങ്ങളും താഴ്വാരങ്ങളും ചാമ്പലായി അഗ്നികുണ്ഡത്തിൽ എരിയുന്നത് പോലെ എരിയുന്നൊരു കാഴ്ചയാണ് അവൻ കണ്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വ്യക്തികളും കുടുംബങ്ങളെല്ലാം നശിച്ച് ചാമ്പലായിപ്പോയി. ദൈവം നമ്മുടെ അടുത്തേക്ക് വചനം അയക്കുമ്പോൾ, ദൈവം നമ്മുടെ അടുത്തേക്ക് ഒരു വ്യക്തിയെ അയക്കുമ്പോൾ, ഇത് ലോത്ത്, ഇതാരാ, അതാ തച്ചൻ്റെ മകൻ, ഇതാരാ, ഇത് ഇന്നയാളുടെ മകൻ, ഇതാരാ, ഇത് ഇന്നയാൾ, ഇയാളുടെ പണ്ടത്തെ സ്വഭാവം എനിക്കറിയാം, അങ്ങനെ ചിന്തിക്കരുത് സഹോദരങ്ങളെ. ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പഠിപ്പിക്കുകയാണ്, കർത്താവാണ് ആ സമയത്ത് നമ്മുടെ അരികിൽ വന്ന് നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഹോസിയയുടെ പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ 10-ാമത്തെ തിരുലിഖിതം, ഞാൻ പ്രവാചകന്മാരോട് സംസാരിച്ചു, ദർശനത്തിന് മേൽ ദർശനം അരുളിയതും പ്രവാചകന്മാരെ അന്യോപദേശങ്ങൾ നൽകിയതും ഞാനാണ്. കർത്താവ് നേരിട്ട് വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ഓരോ വ്യക്തികളുടെ ഒരു ആത്മീയ കാര്യം സംസാരിക്കുമ്പോൾ, ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിൽ അമ്മയായിരിക്കാം, നമ്മുടെ കുടുംബത്തിൽ അപ്പനായിരിക്കാം, ഇടവകയിലെ വികാരിച്ചനായിരിക്കാം, അതുമല്ലെങ്കിൽ ദൈവവചനം നമ്മളോട് പറയാൻ വേണ്ടി ദൈവം അയച്ച ഒരു ദാസനോ ദാസിയോ ആയിരിക്കട്ടെ. ദൈവത്തിൻ്റെ ഒരു കാര്യം നമ്മളോട് പറയുമ്പോൾ ദൈവമാണ് അവരിലൂടെ നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ലോത്തിന്റെ പുത്രിമാരെ വിവാഹം ചെയ്യാനുള്ളവരടുത്തേക്ക് ലോത്ത് എന്ന് സംസാരിച്ചപ്പോൾ ദൈവം തന്നെ ആ കുടുംബത്തോട് സംസാരിക്കുന്ന സമയമായിരുന്നു. എന്നാൽ അവൻ തമാശ പറയുകയാണ് എന്നത്രേ അവർക്ക് തോന്നിയത്. മറിച്ച് തോന്നിയ ആളുകളുണ്ട്. യോനാ പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ ഒരു ജനതയുടെ ചരിത്രം നമുക്ക് ദൈവം തരുന്നുണ്ട്. ആ പട്ടണം മുഴുവനും 1,20,000 പരം വരുന്ന ആ ജനതകളെ മുഴുവനും, അവിടെ മൃഗങ്ങളും ദേശം മുഴുവനും നശിപ്പിക്കാൻ കർത്താവ് നിശ്ചയിച്ചുറപ്പിച്ചു. യോനായോട് അവിടെ വചനം പറയാൻ പറഞ്ഞു. യോന തനിക്ക് പാടുള്ളതുപോലെ ചെറിയൊരു ശുശ്രൂഷ ആ ദേശത്ത് ചെയ്തു. എന്താ വ്യത്യാസം വന്നത്? രാജാവ് മുതൽ തീരെ ചെറിയവർ വരെ സകലരും അനുതപിച്ച് മാനസാന്തരത്തിൻ്റെ വഴികളിലേക്ക് തിരിഞ്ഞു. ആ ദേശത്തിൻ്റെ മേലും പട്ടണങ്ങളുടെ മേലും ദൈവം നിശ്ചയിച്ചിരുന്ന ആ വലിയ ദുരന്തം ആ ദേശത്തുനിന്ന് നീങ്ങിപ്പോയി. വചനപ്രകാരം നമ്മുടെ ഹൃദയത്തെ ദൈവത്തിന് മുമ്പിൽ തുറക്കുന്നത് ഒരു നിസ്സാര കാര്യമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ വചനം കേൾക്കാൻ താല്പര്യമില്ലാത്തവരും വചനം കേട്ടാൽ തന്നെ അത് ഹൃദയത്തിലേക്ക് സ്വീകരിക്കാത്തവരുമായ ജനതകളെ കുറിച്ച് ബൈബിളിൽ നമുക്ക് മുന്നറിയിപ്പുണ്ട്. യെശയ്യാ പ്രവചനത്തിൽ 30-ാം അധ്യായത്തിൽ 8-9 തിരുലിഖിതങ്ങൾ, വരും നാളുകളിൽ എന്നേക്കുമുള്ള സാക്ഷ്യത്തിനായി ഇത് അവരുടെ മുമ്പിൽ ഒരു ഫലകത്തിൽ രേഖപ്പെടുത്തുകയും പുസ്തകത്തിൽ എഴുതുകയും ചെയ്യുക. എന്തെന്നാൽ അവർ കലഹിക്കുന്ന ജനവും വ്യാജം പറയുന്ന മക്കളും കർത്താവിൻ്റെ ഉപദേശം ശ്രവിക്കാത്ത സന്തതികളും തന്നെ. ഈ വചനം എന്നെക്കുറിച്ച് നിങ്ങളെക്കുറിച്ചും ആണോ എന്നൊന്ന് ചിന്തിച്ചു നോക്കണം. അവർ കലഹിക്കുന്ന ജനവും വ്യാജം പറയുന്ന മക്കളും കർത്താവിൻ്റെ ഉപദേശത്തെ ശ്രവിക്കാത്ത തലമുറയും തന്നെ. എന്താ ഇതിൻ്റെ അർത്ഥം? വചനം കേൾക്കും, അത് സ്വീകരിക്കില്ല. വചനം കേൾക്കും, അതിനെക്കുറിച്ച് ദുഷിച്ച് പറയും. വചനം കേൾക്കും, അത് അംഗീകരിക്കില്ല.
അങ്ങനെ തന്നിഷ്ടത്തിൽ തഴക്കം നേടിയ പയറ്റി തെറിഞ്ഞ കലാപകാരികൾ എന്നാണ് വചനത്തിൽ അവരെ കുറിച്ച് പറയുന്നത്. ജെറമ്യ പ്രവചനത്തിൽ 6-ാം അധ്യായം 28 മുതൽ 30 വരെയുള്ള തിരുലിഖിതങ്ങൾ. അവർ പയറ്റിത്തെളിഞ്ഞ കലാപകാരികളാണ്. അവർ മിഥ്യാപവാദം പറഞ്ഞു പരത്തുന്നു. പിച്ചളയും ഇരുമ്പും പോലെ കഠിന ഹൃദയരാണവർ. അവർ ദുഷ്കൃത്യങ്ങളിൽ മുഴുകുന്നു. ഉല ശക്തിയായി ഊതുന്നു, ഈയം തീയിൽ ഉരുകുന്നു. ഈ ശുദ്ധീകരണമെല്ലാം വെറുതെയാണ്. എന്തെന്നാൽ ദുഷ്ടന്മാർ നീക്കം ചെയ്യപ്പെടുന്നില്ല. കർത്താവ് തള്ളിക്കളഞ്ഞിരിക്കുന്നത് കൊണ്ട് വെള്ളിക്കിട്ടം എന്നാണ് അവർ അറിയപ്പെടുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം കേൾക്കുന്നു, ശുശ്രൂഷ നടക്കുന്നു, ആത്മാവിന് അഭിഷേകം കൊടുക്കുന്നു. പക്ഷേ ദുഷ്ടത മാത്രം കുടുംബത്തിൽ നിന്ന് നീങ്ങിപ്പോകുന്നില്ല. ദുഷ്ടതയും അശുദ്ധിയും തിന്മയും ഹൃദയങ്ങളിൽ നീങ്ങിപ്പോകുന്നില്ല. സത്യത്തിന് വിരുദ്ധമായ നടപടികളും അനീതിയും അക്രമങ്ങളും മർദ്ദനങ്ങളും സമൂഹത്തിൽ നിന്ന് വിട്ടുപോകുന്നില്ല. വചനമുണ്ട്, പ്രാർത്ഥനയുണ്ട്, എല്ലാം സ്വീകരിക്കുന്നുണ്ട്. മാനസാന്തരത്തിന് വേണ്ടി ഹൃദയം തുറക്കുന്നില്ല. ഈ ഒരു അവസ്ഥയെക്കുറിച്ച് പയറ്റിത്തെളിഞ്ഞ കലാപകാരികളെ പോലെ തന്നിഷ്ടത്തിൽ തഴക്കം തേടുന്ന രീതികളെ കുറിച്ച് യെശയ്യായുടെ പുസ്തകം 30-ാം അധ്യായം 12 മുതൽ തിരുലിഖിതങ്ങളിൽ കർത്താവ് വിശുദ്ധ ലിഖിതങ്ങളുടെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതിനാൽ ഇസ്രായേലിന്റെ പരിശുദ്ധൻ അരുളി ചെയ്യുന്നു, നിങ്ങൾ ഈ വചനം തിരസ്കരിക്കുകയും മർദ്ദനത്തിലും വൈകൃതത്തിലും വിശ്വസിക്കുകയും അവയിൽ ആശ്രയിക്കുകയും ചെയ്യുന്നതിനാൽ ഈ അകൃത്യം നിങ്ങൾക്ക് തകർന്നു വീഴാറായി തള്ളി നിൽക്കുന്ന ഉയർന്ന മതിലിലെ വിള്ളൽ പോലെയായിരിക്കും എന്ന് ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. മർദ്ദനത്തിലും വൈകൃതത്തിലും വിശ്വസിക്കുക, ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനം തിരസ്കരിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം കേൾക്കുന്നുണ്ട്, എന്നാൽ ഞായറാഴ്ചകളിൽ ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് പോകും. ഞാൻ എൻ്റെ കട ഞായറാഴ്ച തുറന്ന് പ്രവർത്തിക്കും. ഞാൻ ഞായറാഴ്ച ജോലി ചെയ്യും. ഞാൻ ചെയ്യും, മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഞാൻ ചാരായം ഉണ്ടാക്കും, ചാരായം ഉണ്ടാക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കും. ഞാൻ ചാരായ കട നടത്തും, ബാറ് നടത്തും. അത് ഞാൻ ഉപേക്ഷിക്കുകയില്ല. ഇങ്ങനെ തന്നിഷ്ടപ്രകാരം ജീവിക്കാൻ വേണ്ടി പയറ്റിത്തെറിഞ്ഞ കലാപകാരികളെ പോലെ മുന്നോട്ട് പോകുന്ന, പടക്കളത്തിലേക്ക് പായുന്ന കുതിരയെ പോലെ മുന്നോട്ട് പോകുന്നവരെ കുറിച്ച് യെശയ്യാ പ്രവചനത്തിൽ 30-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതിനാൽ ഇസ്രായേലിന്റെ പരിശുദ്ധൻ അരുളി ചെയ്യുന്നു, നിങ്ങൾ ഈ വചനം തിരസ്കരിക്കുകയും മർദ്ദനത്തിലും വൈകൃതത്തിലും വിശ്വസിക്കുകയും അവയിൽ ആശ്രയിക്കുകയും ചെയ്യുന്നതിനാൽ ഈ അകൃത്യം നിങ്ങൾക്ക് തകർന്നു വീഴാറായി തള്ളി നിൽക്കുന്ന ഉയർന്ന മതിലിലെ വിള്ളൽ പോലെയായിരിക്കും. അത് നിർദ്ദയം അടിച്ചു തകർത്ത കുശവന്റെ കലം പോലെയായിരിക്കും. അടുപ്പിൽ നിന്ന് തീ കോരുന്നതിനോ കൽത്തൊട്ടിൽ നിന്ന് വെള്ളം കോരിയെടുക്കുന്നതിനോ ഉപകരിക്കുന്ന ഒരു കഷ്ണം പോലും അതിൽ അവശേഷിക്കുകയില്ല. എന്താ ഇതിൻ്റെ അർത്ഥം? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം കേൾക്കുന്നു, എന്നാൽ കൈക്കൂലി വാങ്ങുന്ന ആ ദുസ്വഭാവത്തെ ഉപേക്ഷിക്കാൻ ഇഷ്ടമല്ല. വചനം കേൾക്കുന്നു, ദേവാലയത്തിലേക്ക് പോകുന്നു, ആത്മാവിന്റെ അഭിഷേകം പ്രാപിക്കുന്നു, പക്ഷേ പരദൂഷണം അവസാനിപ്പിക്കുന്നില്ല, മിഥ്യാപവാദം അവസാനിപ്പിക്കുന്നില്ല, മദ്യപിക്കുന്ന രീതി അവസാനിപ്പിക്കുന്നില്ല. മദ്യപിക്കും, മറ്റുള്ളവർക്ക് കുടിക്കാനും കൊടുക്കും, കുടിക്കും, കുടിപ്പിക്കും, നശിക്കും, നശിപ്പിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചാരായം ഉണ്ടാക്കുന്നു, ചാരായം കൊടുക്കുന്നു. ഞായറാഴ്ചകളിൽ തന്നിഷ്ടം നടക്കുന്നു, ഞായറാഴ്ചകൾ കട തുറക്കുന്നു, മറ്റുള്ളവരെയും സാപത്ത് ലംഘനത്തിന് പ്രേരിപ്പിക്കുന്നു. ഇങ്ങനെ നോക്കിയാൽ അവനവന്റെ ഇഷ്ടങ്ങൾക്ക് വിപരീതമായ വചനങ്ങളോട് ഹൃദയം അടച്ച ഒരു ജീവിത രീതിയല്ലേ നമ്മുടെ ജീവിത രീതി എന്ന് ഞാൻ നിങ്ങൾ നന്നായിട്ട് പരിശോധിച്ച് നോക്കണം. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, ഇങ്ങനെ മർദ്ദനത്തിലും വൈകൃതങ്ങളിലും ദൈവവചന വിപരീതമായ നടപ്പിലുള്ള ലാഭത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ ഇത് നിനക്ക് തകർന്നു വീഴാറായി തള്ളി നിൽക്കുന്ന ഉയർന്ന മതിലിലെ വിള്ളൽ പോലെയായിരിക്കും. നിർദ്ദയം അടിച്ചു തകർക്കപ്പെട്ട കുശവന്റെ കലം പോലെയായിരിക്കും അത്. അതിൽ നിന്ന് ഒരു കഷ്ണം പോലും ഉപകാരപ്പെടുകയില്ലാത്ത വിധം നശിപ്പിക്കപ്പെടുമെന്ന് തിരുലിഖിതങ്ങളിലൂടെ ദൈവത്തിന്റെ ജനത്തിന് ദൈവം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, ഓരോ വിധത്തിൽ അവിടുന്ന് എന്നെ അനുഗ്രഹിച്ച് വളർത്തി. എന്നാൽ ഇന്ന് ഞാൻ പ്രബലനായി കഴിഞ്ഞപ്പോൾ എനിക്ക് വചനത്തിന് മുമ്പിൽ വിധേയപ്പെടാൻ പറ്റാതെയായി. ഇന്ന് ഞാൻ ശക്തനായി കഴിഞ്ഞപ്പോൾ വചനത്തിന് മുമ്പിൽ എളിമപ്പെടാൻ പറ്റാതെയായി. ഇന്ന് ഞാൻ അറിവുള്ളവനായി കഴിഞ്ഞപ്പോൾ വചനത്തെ അംഗീകരിക്കാൻ പറ്റാതെയായി. എന്നെ സഹായിക്കണമേ, മാനസാന്തരത്തിന് ഒരു കൃപ എനിക്ക് നൽകണമേ. ഇരു കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ആരാധന, ആരാധന, ആരാധന. ഓ
അഗ്നിയാൽ ആരാധന. ഓ അഭിഷേകത്തിന് ദൈവത്തിന് ആരാധന. ഓ ആത്മാവിന് നൽകുന്ന ദൈവത്തിന് ആരാധന. അഗ്നിയിൽ ആരാധന. Glory, glory, glory. അഗ്നിയാൽ അഭിഷേകമേ, ആത്മാവിൽ ആരാധന. അഗ്നിയാൽ അഭിഷേകമേ, ബലവാന്മാർ വൃദ്ധന്മാർ യുവതി യുവാക്കന്മാർ ആത്മാവിൽ ജ്വലിച്ചിടട്ടെ, ആത്മാവിൽ ജ്വലിച്ചിടട്ടെ. ബലവാന്മാർ വൃദ്ധന്മാർ യുവതി യുവാക്കന്മാർ ആത്മാവിൽ ജ്വലിച്ചിടട്ടെ, ആത്മാവിൽ ജ്വലിച്ചിടട്ടെ. ആത്മാവിൽ ആരാധന. അഗ്നിയാൽ അഭിഷേകമേ, ആത്മാവിൽ ആരാധന. അഗ്നിയാൽ അഭിഷേകമേ. ദൈവമേ, എല്ലാ തരത്തിലുള്ള അകൃത്യങ്ങളിലും തിന്മകളിലും അന്ധകാരത്തിലും പാപത്തിലും വൈകൃതത്തിലും മ്ലേച്ഛതയിലും വിശ്വസിക്കുന്ന സകല ജനത്തിന്റെ മേലും ജ്ഞാനം ഉദിക്കട്ടെ, തിരിച്ചറിവുണ്ടാകട്ടെ. യേശുവിൻ ആത്മാവ് ശക്തിയായി വെളിപ്പെടുന്നു, ശക്തിയായി വെളിപ്പെടുന്നു. സകല ജനത്തിന്മേലും യേശുവിൻ ആത്മാവ് ശക്തിയായി വെളിപ്പെടുന്നു, ശക്തിയായി വെളിപ്പെടുന്നു. ആത്മാവിൽ ആരാധന. അഗ്നിയാൽ അഭിഷേകമേ, ആത്മാവിൽ ആരാധന. അഗ്നിയാൽ അഭിഷേകമേ, ആത്മാവിൽ ആരാധന. അഗ്നിയാൽ അഭിഷേകമേ, അഗ്നിയാൽ അഭിഷേകമേ, അഗ്നിയാൽ അഭിഷേകമേ. കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ധകാരത്തിന്റെ കോട്ടമതിലുകൾ തകരട്ടെ കർത്താവേ. അന്ധകാരത്തിന്റെ എല്ലാ ആധിപത്യങ്ങളും തകരട്ടെ, ദുഷ്പ്രഭുത്വങ്ങൾ തകരട്ടെ. കഠിന ഹൃദയങ്ങളിലേക്ക് ദൈവകൃപ വ്യാപരിക്കുന്നു. അഭിഷേകത്തിന് ശക്തിയാൽ അന്ധകാര കോട്ടകൾ ചിഹ്നവനമാകട്ടെ, സാത്താൻ ഇടിവിന് നിബന്ധിക്കട്ടെ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, മറനാഥാ. Come, Lord Jesus. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ രണ്ട് കരങ്ങൾ ഉയർത്തി നമ്മുടെ രക്ഷിതാവായ ഈശോയെ ഹൃദയം നുറുങ്ങി വിളിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, 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 യേശുവേ. കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് എല്ലാവരും വിളിക്കുന്നു. ആരാധന, ആരാധന. യേശുവേ, 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 യേശുവേ.